നിങ്ങൾക്ക് പേടിയില്ല, ഇവർക്ക് പേടി. അവിടെ പോയിട്ട് വരും. ഡാം തുറന്നിട്ടില്ല. പാമ്പ് മട്ടുപ്പെട്ടി ഡാമിനകത്ത് പാമ്പ്. നമ്മളിന്നതേ നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ വട്ടവട റൂട്ട് ജസ്റ്റ് ഒന്ന് പോവാ. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വരെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഫോട്ടോ പോയിന്റ് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. റോഡ് കാണുമ്പോൾ അറിയാം എന്തുമാത്രം ബ്ലോക്ക് ഉണ്ടെന്ന്. മൂന്നാർ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അതെ, നമ്മളിങ്ങനെ ഫോട്ടോ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഫോട്ടോ പോയിന്റ് ആദ്യത്തെ ആണെങ്കിൽ റോസ് ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ റോസ് ഗാർഡൻ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, റോസ് ഗാർഡൻ ഒന്ന് നോക്കണം കയറണോ വേണ്ടേന്ന്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ഈ ഫോട്ടോ പോയിന്റ് കാണുന്നത്. ഫോട്ടോ പോയിന്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒരു നല്ല ഗംഭീര വ്യൂ പോയിന്റ് ആണ്. ഇതിന്റെ രണ്ട് സൈഡിൽ നിന്നാലും, രണ്ട് സൈഡിൽ എവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ് കേട്ടോ. കേട്ടോ, തേയിലത്തോട്ടത്തിന്റെ ആയാലും ഒക്കെ. പിന്നെ കുറേ കടകളും ചായക്കടകളും പിന്നെ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല, നേരത്തെ ഞങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് അന്നേരം ഒരു 10 മിനിറ്റ് തന്നെ ഒരു പ്രിന്റ് എടുത്ത് തരും. അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെയാണ് നമ്മുടെ ഫോട്ടോ പോയിന്റിലുള്ളത്. അതാണ്ടോ വണ്ടി കിടക്കുന്നുണ്ടോ, ക്യാമ വെച്ചിട്ട് എടുത്ത് സെറ്റ് ചെയ്ത് രണ്ടുപേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടോ. അതൊക്കെയാണ് നമ്മുടെ ഫോട്ടോ പോയിന്റിലുള്ള പരിപാടീസ്. എന്തായാലും അവിടുന്ന് ഓടി വരുമ്പോൾ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ, കുതിരയുണ്ട്. അവിടുന്ന് ഓടി വരുമ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഒരു ചായ കുടിച്ച് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നൈസായിട്ട് പോവാം. അടിപൊളിയാ. നമ്മളിതേ ഫോട്ടോ പോയിന്റിൽ വന്നിട്ടുണ്ട്. ഫോട്ടോ പോയിന്റിലെ പരിപാടികൾ ഇതൊക്കെയുണ്ടോ. അത്യാവശ്യം വണ്ടി ഇടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അതേ കുതിര സവാരിയൊക്കെ കാണാം. പിന്നെ അതേ നല്ല ഗംഭീര വ്യൂ കാണാം ഇവിടെ നിന്നുണ്ടോ. തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവർ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് തരും. ഫോട്ടോ എടുത്ത് സോഫ്റ്റ് കോപ്പി നമ്മുടെ മൊബൈലിൽ കയറ്റി തരുന്നതിന് 30 രൂപ. പ്രിൻറ്റ് വേണമെങ്കിൽ എത്ര അടി 100 പറഞ്ഞത്, അത് 50 100 രൂപ പ്രിൻറ്റ് വേണമെങ്കിൽ. അവിടെ കുതിരയുണ്ട്, കുതിര എടുത്തിട്ട് പോയാലോ. കുതിര അവിടെ ഒരുപാട് കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ കുതിരപ്പുറത്ത് കയറാൻ പോകുന്നുണ്ടോ. ഈ കുതിര ഒരു റൗണ്ട് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുവർ. ഒന്നും ചെയ്യില്ല. എനിക്ക് പയ്യൻ 4 വയസ്സായി. കുതിരപ്പുറത്തൊരു ടീം വരുന്നുണ്ടോ. ഇങ്ങനെ കയറി നമുക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം കേട്ടോ. കയറുന്നോടി, കയറി. സൂപ്പറാ. കുതിര നിന്നെ കൊണ്ട് ഓടും. ആണോ ഇവര് പോവാ. ഇവര് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാ. ചേട്ടാ എത്ര ചേട്ടാ കുതിരപ്പുറത്ത് കയറുന്നതിന്? 100 രൂപ റൗണ്ട് അല്ലേ? രണ്ടാമത്തെ റൗണ്ട് പോകും. ഓ, രണ്ടാമത്തെ റൗണ്ട്. അവനൊക്കെ പേടിയില്ല, ഇവർക്കേ പേടി. ഇവര് രണ്ടാമത്തെ റൗണ്ട് പോകുന്നു. ചേട്ടാ നമ്മുടെ ഫോട്ടോ പോയിന്റ് എത്ര രൂപ ചേട്ടാ നമ്മുടെ ഒരു കുതിര റൈഡ് പോകുന്നതിന്? 100 രൂപ. നമ്മൾ ഇവിടുന്ന് കറങ്ങി അവിടം വരെ പോയിട്ട് വരും അല്ലേ? അവിടെ പോയിട്ട് വരും. കുഞ്ചു പിള്ളേർ കൊണ്ടല്ലോ, 2 പേർക്കും 100 രൂപ. ഓക്കെ ഓക്കെ. പേരെന്താ? എന്റെ പേര് ബാലസുബ്രഹ്മണ്യം. അപ്പൊ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുതിര സവാരി അടിപൊളിയാക്കാം. ഓക്കെ. ഈ കുതിരയ്ക്ക് ശരിക്കും 4 വയസ്സെന്നാ പുള്ളി പറഞ്ഞു കേട്ടോ. ഈ നിൽക്കുന്ന കുതിരയ്ക്ക് 3 വയസ്സ് 4 വയസ്സ്. ഇതിന്റെ ബാക്കിൽ പറഞ്ഞിട്ട് ഇപ്പോൾ അതിന് 30 വയസ്സെന്ന് പറഞ്ഞു. ഇത് മുതുക്കനാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ കുതിരയാണ് 30 വയസ്സുണ്ടെന്ന് പുള്ളി പറഞ്ഞതായിട്ടോ. 30 വയസ്സ് കാണുമായിരിക്കില്ലേ? ഒരു മുതുക്ക് ലുക്കൊക്കെ ഉണ്ടോ. കാലൊക്കെ ഉണ്ടോ അതിൻ്റെ? കാലിൻ്റെ കനം കണ്ടോ? മറ്റേന് അത്ര ഇല്ലല്ലോ, മറ്റേ ചെറുത് തന്നെ. ശരിയാ. നമ്മളങ്ങനെ മൂന്നാർ ടൗണിൽ നിന്ന്
ഫോട്ടോ പോയിന്റ് വന്നിട്ട് ഫോട്ടോ പോയിന്റിലെ കാഴ്ചകൾ കണ്ടിട്ട് അവിടെ നേരെ നമ്മൾ അടുത്ത മാട്ടുപ്പെട്ടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു ദിവസത്തെ പരിപാടിക്കൊക്കെ വരുന്നവർക്ക് നേരെ ഫോട്ടോ പോയിന്റ് വന്നിട്ട് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാട്ടുപ്പെട്ടി ഡയറക്ഷൻ പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ മാട്ടുപ്പെട്ടിയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ടൈം അനുസരിച്ച് നമ്മൾ മാക്സിമം ഇവിടെ ഒരു പോകാൻ നോക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ചു എന്നിട്ട് അടുത്ത ഇതായിട്ട് നമുക്ക് ബാക്കി, അതായത് മൂന്നാർ നിങ്ങൾ കറങ്ങാൻ വരുമ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ദിവസം നിങ്ങൾക്ക് ഉള്ളെങ്കിൽ കറങ്ങിയിട്ട് എവിടെയൊക്കെ കറങ്ങി കണ്ടിട്ട് മാക്സിമം പോകാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന്ന് ഫുള്ളായിട്ട് ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ മാട്ടുപ്പെട്ടി വരെ എന്തായാലും പോകാൻ തീരുമാനിച്ചു. ഫോട്ടോ പോയിന്റ് വരെ നേരത്തെ ഇപ്പൊ മാട്ടുപ്പെട്ടി വരെ ആയി. ചിലപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് പോകും. സമയം നോക്കട്ടെ. ഇത് കണ്ടോ, ഞങ്ങൾ മാട്ടുപ്പെട്ടി എത്തുന്നതിന് മുമ്പായിട്ടൊരു എലിഫൻറ്റ് സഫാരി നടത്തുന്ന ഒരു സ്ഥലത്ത് കയറി കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമുക്ക് കയറി കാണാൻ പറ്റുമായിരുന്നു. എനിക്ക് ശരിക്കും കറക്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്ന് നമുക്ക് കാണാൻ വേണ്ടി കയറി നിൽക്കാൻ പറ്റുമെന്ന്. ഞാൻ ഓർത്തു ഇതിനകത്ത് നമ്മൾ എലിഫൻറ്റ് സഫാരി എടുക്കുമെങ്കിൽ മാത്രമേ നമുക്ക് പെർമിഷൻ ഉള്ളെന്ന്. അപ്പോൾ അത് ഇവിടെ നിൽക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ഹൈറ്റുള്ള ഭാഗത്ത് കയറി നിന്നിട്ട് ഈ ആനയുടെ മുകളിലേക്ക് കയറി ഇവർ റൗണ്ട് മേളിലോട്ട് പോയിട്ട് തിരിച്ചു കൊണ്ടിരുന്നുണ്ടോ. ഇതാണ് പരിപാടി. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 700 രൂപയെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരാൾക്ക് 700 രൂപ. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ആനയ്ക്ക് ഫുഡ് കൊടുക്കാം, മീൻസ് എലിഫൻറ്റ് ഫീഡിങ്. നമുക്ക് അവർ പൈനാപ്പിൾ തരും, ആനപ്പുറത്തിരുന്നുകൊണ്ട് തന്നെ ഫുഡ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് തരും, അതിന് പ്രത്യേകം ചാർജ് ഉണ്ട്. പിന്നെ ആനയെ കുളിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതും അതുപോലെ എലിഫൻറ്റ് സവാരി മാത്രമേ ഇപ്പം ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. നമുക്കിവിടെ വരുമ്പം നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എലിഫൻറ്റ് സവാരി എടുക്കുന്നില്ല, ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോകാനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുറേ നേരം ഈ ആനകളെയൊക്കെ കാണാൻ കേട്ടോ. നമ്മളിത് എലിഫന്റ് സഫാരിയെ കണ്ടിട്ട് നേരെ വരുമ്പോൾ നമ്മുടെ മാട്ടുപ്പെട്ടി എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടീ ഫാക്ടറി കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ടീ ഫാക്ടറി. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാമെന്നുള്ളത് നമ്മുടെ ഒരു പഴയ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് ടിക്കറ്റൊക്കെ ഉണ്ട്. വലിയ കാര്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അന്ന് കയറി കണ്ടിട്ട്. എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കയറി കാണുക, അത്രേ ഉള്ളൂ. ടീയുടെ പ്രൊഡക്ഷനൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അടുത്ത നമ്മള് മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, ചെറുങ്ങനെ ഒരു മഴയൊക്കെ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കുറെ കടകളും സംഭവങ്ങളും കുതിര സവാരിയൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ ഈ മാട്ടുപ്പെട്ടി ഡാമിന്റെ മുകളിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാം. രണ്ട് സൈഡിലും ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം. ബോട്ടിംഗ് ഉണ്ട്. പിന്നെ അതെ നമ്മൾ കുഴി വീണ കണക്ക് ഈ റോഡിന് നടുക്ക് കുറെ കുഴികളുണ്ട്. അല്ലെങ്കിൽ നോക്കി പോയില്ലെന്നുണ്ടെങ്കിൽ ബൈക്കിലാണെങ്കിൽ റോട്ടിലത്തെ 2 പല്ലങ്ങ് പോകും. അവിടെ നല്ല കുഴി ഇരിക്കുന്ന നോക്ക്. അതുകൊണ്ട് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് അപ്പുറ സൈഡിലാണ്. പിന്നെ ഇതാണ് നമ്മുടെ മറ്റേ മാട്ടുപ്പെട്ടി കോയിലില്ലേ, മാമ വെച്ച മനസ്സ് വെച്ച അല്ലേ, ജല്ലിക്കെട്ട് ജയ് വിളിക്കൂല്ലേ, ആ മാട്ടുപ്പെട്ടിയാണ് ഈ മാട്ടുപ്പെട്ടി. തിരക്ക് ഉള്ള സമയം ഹോളിഡേസിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ആയിരിക്കും. ഇന്നിപ്പോ വലിയ കുഴപ്പമില്ല. ഡാം തുറന്നിട്ടില്ല തോന്നിട്ടോ, അടച്ചേക്കോ. പാമ്പ് മാട്ടുപ്പെട്ടി ഡാമിനകത്ത് പാമ്പ്. എന്തുവാ പാമ്പ്? പാമ്പ്. ഇങ്ങനെ ഞങ്ങളിതേ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ മന്ദം നടക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി റിസർവോയർ. ഇതേ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഭാഗം. ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് നോക്കാം നമുക്ക്. ഡാം തുറന്നിട്ടില്ല. തുറക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ചീറ്റി അങ്ങോട്ട് പോകും നല്ല ഫോഴ്സിൽ. ഇതിപ്പോൾ തുറന്നിട്ടില്ല. നടന്നു പോകാൻ ഒരു രക്ഷയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതുവഴി നടന്നു പോകുമ്പോൾ വീതി കുറവായണ്ടേ. ട്രാവലറും വലിയ ബസ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ ചെറിയൊരു ഗ്യാപ്പേ കിട്ടത്തുള്ളൂ നമുക്ക് നിൽക്കാനായിട്ട്. നമ്മളതിൻ്റെ ഇടയ്ക്ക് വെട്ടുപോകും. എന്തായാലും പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടി. വണ്ടി നമ്മൾ അവിടെ ഇട്ടിട്ട് നടന്നു വരും. അവിടെ തന്നെ അടി അതിനകത്തൂടെ റോഡൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുണ്ടോ റോഡൊക്കെ ഉണ്ട്, നൈസാണല്ലോ. ഇത് നോക്ക്, മാട്ടുപ്പെട്ടി ഡാമല്ല, മാടുപ്പെട്ടി ഡാം എന്നാണ് കേട്ടോ. നമ്മൾ മാട്ടുപ്പെട്ടി എന്ന് പറയുന്നതല്ലേ. ഇതുണ്ടോ ജെറ്റ് സ്കൈ പോയിന്റ്. ഇത് നമ്മുടെ മറ്റേ എന്താ പറയുന്നത്, വാട്ടർ സ്കൂട്ടർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇതിനകത്ത് കയറുന്ന ഒറ്റ വിടക്കം പാർന്നൊരു പോക്കാണ്. പക്ഷേ ഇതിനകത്ത് അധികം ആരും ഇതിനകത്ത് ഇവിടുന്ന് കയറുന്നില്ല. ഞാൻ കരുതി ഇവർ കയറാൻ പോകുന്നു, പക്ഷേ അവർ കയറുന്നില്ല.
അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ചോക്ലേറ്റ്, തേയില, പിന്നെ സ്പൈസസ്, പിന്നെ ഈ ക്യൂരിയസ് ഐറ്റംസ്, മറ്റേ ഹാൻഡിക്രാഫ്റ്റുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെ ഫോറിനേഴ്സിനെ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ്. പിന്നെ കുട്ടികളുടെ ടോയ്സ്, മറ്റേ കീ ചെയിൻസ്, ബാഗ്, ക്യാപ്പ്, ജാക്കറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, കൂളിംഗ് ഗ്ലാസ് എല്ലാം. പിന്നെ പാർക്കിംഗ് നല്ല സ്ഥലമുണ്ട്, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ബോട്ടിംഗ് കാണാം. ഇതാണ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ. ഇവിടെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. പെഡൽ ബോട്ടിംഗ് നമുക്ക് ഇവിടുന്ന് എടുത്ത് ഒരു റൗണ്ട് ബോട്ടിന് ഏകദേശം 400 രൂപ മറ്റുമാണ് 2 പേർക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെയും വലുതായിട്ട് ആരും ഇപ്പം ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല. എനിക്കൊന്ന് മഴ ഏകദേശം മഴ കോളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും വലുതായിട്ടാരും ബോട്ടിങ്ങൊന്നും എടുക്കാൻ തയ്യാറാകാത്തത്. പക്ഷേ ഞങ്ങൾ ശരിക്കും വണ്ടി ആ പാലത്തിൻ്റെ അപ്പുറത്തായിട്ടോ കൊണ്ടിട്ട്, ശരിക്കും ഇങ്ങോട്ട് കയറ്റി ഇട്ടാൽ മതി, ഇവിടെ സ്ഥലം കാണത്തില്ലെന്ന് വെച്ചാൽ ഞാൻ അവിടെ കൊണ്ടിട്ടെ. പിന്നെ അതേ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോകട്ടോ അടുത്ത സ്ഥലത്തേക്ക്. നമ്മളിതേ മാട്ടുപ്പെട്ടിയിൽ നിന്ന് ഏകദേശം എക്കോ പോയിന്റ് നമ്മുടെ കുണ്ടല ലേക്ക് ആ ഏരിയക്ക് എത്താറായി കേട്ടോ. ഇവിടെ എത്തുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടം വരെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു പുൽമേട് ഉണ്ടോ, പുൽമൈതാനം, അത് കാണിച്ചു കാണാൻ മതി. കണ്ടാ പുൽമേട് ലെഫ്റ്റ് സൈഡ്. ഇതിനകത്ത് ആനയെ മിക്കവാറും ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഇവിടെ എലിഫന്റ് ക്രോസിംഗ് സോൺ എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും ഒക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് ആനയെ കാണാറുണ്ട്. അപ്പോൾ അതുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നതാണ്. ചിലപ്പോൾ ആനയെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടം വരെ ഞങ്ങൾ പോകുന്നുള്ളൂ. എന്തായാലും ഇനി മുമ്പോട്ട് പോകുന്നില്ല. ഇനി ടോപ്പ് സ്റ്റേഷനും വട്ടവടയും കൂടെ. വട്ടവട ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വട്ടവട ഒരു ദിവസം പോകുന്നുണ്ട്. ആ സമയത്ത് ജീപ്പ് സവാരിയൊക്കെ എടുത്ത് ഈ അകത്തെ ഗ്രാമങ്ങളും വില്ലേജൊക്കെ ഒന്ന് കയറി കാണാനുള്ള പ്ലാനുണ്ട്. അപ്പം നമ്മുടെ ടോപ്പ് സ്റ്റേഷനും വട്ടവടയും കൂടെ ഒരുമിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ എക്കോ പോയിന്റ് ആ ഒരു ഏരിയ വരെയാണ് നമ്മൾ പോകുന്നത്. എക്കോ പോയിന്റ് അറിയാമല്ലോ, അവിടെ ചെന്ന് പോയി ഇതാക്കിയാൽ തിരിച്ച് അവിടുന്ന് പോയി ഇത് കേൾക്കും. കുട്ടേട്ടോ എന്ന് വിളിച്ചാൽ അവിടുന്ന് കുട്ടേട്ടോ കേൾക്കും. വേറെ ഒന്നുമില്ല, അവിടെ പോയി സൗണ്ട് ഉണ്ടാക്കി എക്കോ കേൾക്കും, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ആയിരുന്നു, ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിരുന്നു നമ്മൾ അന്ന് നിന്നപ്പോൾ ആനയെ കണ്ടത്. അതുപോലെ കുറച്ചുകൂടി മുമ്പോട്ടിലും റൈറ്റ് സൈഡ് ആ മലയുടെ മണ്ടേ ആ പുല്ലുള്ളിടത്താണ് കിട്ടുന്നത്. പക്ഷേ ആന ഇല്ലെന്ന് തോന്നുന്നു. ആന ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്നതാണ് ഒരുപാട്. ആന ഇല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുന്നതായിരിക്കും. ഈ ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാലുള്ള പ്രയോജനം ഇതാണ്, നമുക്ക് ഒരു ഡയറക്ഷനിൽ 35 കിലോമീറ്റർ ടോപ്പ് സ്റ്റേഷൻ വരെ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാം. അതായത് ഫോട്ടോ പോയിന്റ്, റോസ് ഗാർഡൻ, മാട്ടുപ്പെട്ടി ഡാം, ടീ ഫാക്ടറി, അങ്ങനെയുള്ള. പിന്നെ ഈ എലിഫന്റ് സഫാരി, പിന്നെ നമ്മുടെ എക്കോ പോയിന്റ്, ടോപ്പ് സ്റ്റേഷൻ, വട്ടവട വരെ നമുക്ക് പോവാം. 45 കിലോമീറ്റർ ടൗണിൽ നിന്ന് മൊത്തമുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ വന്നാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം കാണുകയും ചെയ്യാം, വൈകുന്നേരം തിരിച്ചിറങ്ങുകയും ചെയ്യാം. വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരിടത്ത് പോയി തിരിച്ച് ടൗണിൽ വരിക, പിന്നെ അടുത്തടുത്ത് പോയി തിരിച്ച് ടൗണിൽ വരിക, അപ്പോഴത്തേക്ക് ഉച്ച കഴിയും, വൈകുന്നേരം ആവും. അപ്പോൾ നമുക്ക് വണ്ടി തിരിച്ച് വീട്ടിൽ പോകാം. ഒരു 2 സ്ഥലമേ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ സത്യാവസ്ഥ. ആനയെ കണ്ടുവിടാം അല്ലേ. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റ് എത്തിയിട്ടുണ്ട്. എക്കോ പോയിന്റ് എത്തുമ്പോൾ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഒരു ഡാമിൻ്റെ ഭാഗവും പിന്നെ ഇതുപോലെ കുറേ കടകൾ കാണാം. കുറേ കിസുമത്ത് സാധനങ്ങളുള്ള കടകൾ, പിന്നെ മാഗി, ടോയ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഏരിയ കേട്ടോ എക്കോ പോയിന്റ്. ടോയ്സും പിന്നെ ടെഡീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. അതാണ് നമ്മുടെ എക്കോ പോയിന്റ്. ബോർഡ് വെച്ചിട്ടുണ്ട് എക്കോ പോയിന്റിന്റെ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മളൊന്ന് ഒതുക്കണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. ഒതുക്കിയിട്ട് ഇറങ്ങി നമുക്കിവിടെ എക്കോ പോയിന്റ് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഫുഡ് കഴിക്കാൻ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ എക്കോ പോയിന്റിൽ. പക്ഷേ പാർക്കിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, റോഡ് സൈഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി നമ്മൾ കുറച്ച് മുമ്പോട്ടോട്ട് സ്ഥലം കിട്ടില്ല, ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് ഒരു സൈഡിലായിട്ട് വണ്ടി ഒതുക്കി. ഇവിടെയും നമ്മൾ അവിടെ മാട്ടുപ്പെട്ടി കണ്ടു കുറേ കടകളും സാധനങ്ങളും ഒക്കെയാണ് ഉള്ളത് കൂടുതലും. പിന്നെ ചായക്കടകൾ, ചെറിയ സ്നാക്സിൻ്റെ കടകൾ, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ. ചോക്ലേറ്റും സ്പൈസസും സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ ഇതുപോലുള്ള സാധനങ്ങൾ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ കാണുമ്പോൾ. പിന്നെ അതേ നമ്മൾ ഈ വഴിയാണ് വന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ എക്കോ പോയിന്റ് എൻട്രൻസ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടത്. ചെറിയൊരു എൻട്രൻസ്, പക്ഷേ നമ്മൾ ഓടി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ കിട്ടത്തില്ല. പക്ഷേ ഇതാണ് കേട്ടോ ഈ എക്കോ പോയിന്റ് എൻട്രൻസ്. നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴേക്ക് പോകുമ്പോഴാണ്, ഇവിടെ നിന്ന് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് മറ്റേ ആ എക്കോ കേൾക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ ടീമുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കാനായിട്ട്. നോക്കട്ടെ, നമ്മളും പോയി സൗണ്ട് ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഇവിടെ പെഡൽ ബോട്ടുണ്ട്, 600 രൂപ 4 പേർക്ക്, 400 രൂപ 2 പേർക്ക്. ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട് 10 രൂപ. അതായത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഈ ഒരു ഏരിയയിലേക്ക്, ഈ കാണുന്ന ഏരിയയിലേക്ക് ഇറങ്ങാനാണ് 10 രൂപ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇവിടെ നിന്ന് കാണാവുന്നേ ഉള്ളൂ. ഈ പെഡൽ ബോട്ട് നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ പോയിട്ട് അവർ പാട്ടൊക്കെ പാടിയിരുന്നുണ്ടോ. Sir?
അപ്പോൾ ഇതൊക്കെയായിരുന്നു എക്കോ പോയിന്റിലെ പരിപാടികൾ. അവിടെ ചെന്ന് സൗണ്ട് ഉണ്ടാക്കുക, അത് തിരിച്ച് എക്കോ വെക്കുക, അത് കേട്ട് ആസ്വദിക്കുക, തിരിച്ച് വരിക. പിന്നെ ബോട്ടിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബോട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് വന്നു. ഇവിടെ കുറേ ബാഗും കാര്യങ്ങളും അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചോളം. നമ്മൾ മൂന്നാർ പോകുമ്പോഴെല്ലാം വഴി സൈഡിലെല്ലാം കാണാം ചോളം. നമുക്ക് ഇവർ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തും അല്ലെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്ത് പുഴുങ്ങിയും തരും നമുക്ക്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മേടിക്കുക കേട്ടോ. അപ്പോൾ അവരെടുത്തത് ഇതുപോലൊരു സാധനം പൊളിച്ച് റെഡിയാക്കി ഇതിനകത്ത് വെച്ച് ചൂടാക്കി ഒന്ന് സെറ്റപ്പ് ചെയ്ത് നമുക്ക് തരും. എങ്ങനെയുണ്ട് ചോളം? എങ്ങനെയുണ്ട്? കൊള്ളാവോ? കണ്ടുപിടിക്കാതെ പറയാൻ കൊണ്ട് കൊള്ളാവോ? കൊള്ളത്തില്ലേ? എന്താ പ്രശ്നം? എന്താ പോപ്കോണിന്റെ രുചിയൊന്നും ചോളത്തിന് കിട്ടത്തില്ല. ഇങ്ങോട്ട് കാണിച്ച്. ചോളം കൊള്ളാം, പക്ഷെ ഇതെന്താ സംഭവം അറിയുമോ? നമ്മൾ മേടിച്ച ഫ്രൈഡാ. അവർ ജസ്റ്റ് ആ തീക്കകത്തോട്ട് വെച്ചിരുന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി സെറ്റാക്കി തരത്തേ ഉള്ളൂ. മറ്റേന്ന് വെച്ചാൽ ബോയിൽഡ് ആണെന്നുണ്ടെങ്കിൽ പുഴുങ്ങി തരുമ്പോൾ നമുക്ക് ഇതിന്റെ ഓരോ പീസും ഇങ്ങനെ ഇളക്കിയെടുക്കാം, സ്മൂത്തായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇത് പക്ഷെ അങ്ങനെ വരത്തില്ല. ആ പച്ച ചോളം തന്നെ ചെറുതായിട്ടൊന്ന് ഇതാക്കി തരും, പക്ഷെ ഇങ്ങനെ കടിച്ചു തിന്നാം. ആ പച്ച ചോളം ഒന്ന് വാടിയ ടേസ്റ്റ് കുഴപ്പമില്ല, ഓക്കെ. പക്ഷെ എനിക്കിഷ്ടം മറ്റേത്. ഞാൻ വിചാരിച്ച അതായിരിക്കും കേട്ടോ, മറ്റേ ബോയിൽഡ് ആയിരിക്കും, പുഴുങ്ങിയത്. അപ്പോൾ നമ്മൾ എക്കോ പോയിന്റ് കണ്ടിട്ട് പിന്നെ അവിടെ നേരെ തിരിച്ച് വിട്ടു വന്നു. നമ്മുടെ മൂന്നാർ എത്താറാകുമ്പോഴത്തേക്കും റിപ്പിളിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടെ കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടുന്ന് ചായ കാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നേരെ കാണുന്ന ഒരു വാഷ്റൂം ഉണ്ട്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മൾ ഈ പോകുന്ന വഴിക്കൊന്നും വാഷ്റൂമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് പെട്രോൾ പമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടുന്ന് ഫ്രഷ് ആയിട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 15 രൂപ കൊടുത്താൽ ഒരു ചായ കിട്ടും. നല്ല അടിപൊളി ചായ. അതായത് നമ്മൾ ടീ ഫാക്ടറി കയറുമ്പോൾ അവർ തരുന്നൊരു സാമ്പിൾ ടീ ഉണ്ടല്ലോ, അതാണ്. പക്ഷേ നല്ല അടിപൊളിയാണ്, ചെറിയ ഗ്ലാസ്സിലാണ് കിട്ടുന്നത്. നല്ല സൂപ്പർ ചായയാണ്. അതുപോലെ പേസ്ട്രീസ്, കേക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും എന്തായാലും ഒരു ചായ കുടിക്കാൻ കരുതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ചായ കുടിക്കുന്ന ഫസ്റ്റ് പരിപാടിയാണ്. അവിടെ നിന്ന് ഒരു ചായയൊക്കെ എടുത്തത് ഈ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഗ്ലാസ് വിൻഡോ അല്ല, ഒരു ഗ്ലാസ് ഇട്ടൊരു സ്ഥലം. നമുക്കിവിടെ നിന്ന് ആ റോഡ് വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മുടെ പാർക്കിംഗ് കാണാം. നല്ല അടിപൊളി ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ തേയിലപ്പൊടി മേടിക്കാം. പല ഫ്ലേവറിലും പല വെറൈറ്റീസിലും ഉണ്ട് കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ലാത്ത തന്നെ ഫ്ലേവേഴ്സുള്ള തേയിലപ്പൊടികളും കോഫി പൗഡറും അങ്ങനെ ചോക്ലേറ്റും കുറേ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫ്ലവർ ഗാർഡൻ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ ഫോട്ടോ പോയിന്റ് എത്തുന്നതിന് മുമ്പായി ഫ്ലവർ ഗാർഡന് തൊട്ട് മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രാമങ്ങളുടെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം. വീടുകൾ, ലയങ്ങളൊക്കെ ഇരിക്കുന്ന പല കളറിലിരിക്കുന്നുണ്ടോ, ഇതേ കണ്ടോ, എന്ത് ഭംഗിയാണ് നോക്കി. പല കളറിൽ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഈ ഒരു സൈഡും പിന്നെ അവിടെയുണ്ട്, ആ ഒരു സൈഡ് ഫുള്ള് ഇതേപോലെ വീടുകളാണ്. ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾ കണ്ടോ. ഇപ്പോൾ ലൈറ്റ് ഇച്ചിരി കുറഞ്ഞു, ഇച്ചിരി ഇരുട്ടായി. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാമായിരുന്നു, കളർഫുള്ളായിട്ട് കാണാമായിരുന്നു. അടിപൊളിയല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മൂന്നാർ ടൗണിൽ വന്നു കഴിഞ്ഞാൽ. മൂന്നാർ ടൗണിൽ നേരെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വട്ടവട ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഞങ്ങൾ നേരെ ആദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ടൗണിൽ നിന്ന് നേരെ നമ്മൾ ഫോട്ടോ പോയിന്റ് തൊട്ട് മുമ്പ് ഫ്ലവർ ഗാർഡൻ ഉണ്ട്, റോസ് ഗാർഡൻ. അവിടെ നമ്മൾ കയറിയില്ല, നേരെ ഫോട്ടോ പോയിന്റ്. അവിടെ നമ്മൾ എലിഫന്റ് സഫാരി, അത് കഴിഞ്ഞ് നമ്മൾ മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ് വരെ നമ്മൾ പോയി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ വട്ടവട വീഡിയോസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മൂന്നാർ വന്നാൽ കറങ്ങി കാണാൻ ഏറ്റവും പെട്ടെന്ന് കറങ്ങി കാണാൻ പറ്റുന്ന സ്പോട്ടുകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് മുമ്പോട്ടും കാണാം. താങ്ക് യു വെരി മച്ച്.